കോഴിക്കോട് വടകരയിലെ ദീപകിന്റെ ആത്മഹത്യയിൽ പ്രതി ഷിംജിത മുസ്തഫയുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളെ. കുന്നമംഗലം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് വിധി പറയുക. ഷിംജിത ബോധപൂർവം ചെയ്ത കുറ്റകൃത്യമാണെന്നും സമൂഹ മാധ്യമത്തിലൂടെ ഉണ്ടായ അധിക്ഷേപം മൂലമാണ് ദീപക് ജീവൻ ഒടുക്കിയതെന്നും ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷന്റെ വാദം. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, നമ്മൾ ഈ റിമാൻഡ് റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ ഇതേക്കുറിച്ച് സംസാരിച്ചതാണ്. അപ്പോൾ ഇയാൾ ജീവൻ ഒടുക്കിയേക്കുമെന്ന് മനസ്സിലായിട്ടും വീഡിയോ പ്രചരിപ്പിച്ചു എന്ന തരത്തിലൊക്കെയായിരുന്നു അന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വിവരങ്ങൾ ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോൾ സമൂഹ മാധ്യമങ്ങളൊക്കെ നമ്മൾ കാണുന്നത് രണ്ട് ചേരിയായി തിരിഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ വാദപ്രതിവാദങ്ങൾ ഇപ്പോഴും തുടരുന്നതാണ്. ഇത്ര ദിവസമായിട്ടും അത് അവസാനിച്ചിട്ടില്ല. അതിനെ ജനറലൈസ് ചെയ്യുന്നതൊക്കെ അത് അങ്ങേ അറ്റത്തെത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ ജാമ്യാപേക്ഷയിൽ വിധി പറയാനിരിക്കെ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും ശ്രീജ, ഇക്കാര്യത്തിൽ വളരെ വലിയ വിപുലമായ ചർച്ചകളാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചകളാണെങ്കിൽ പിന്നീട് മാധ്യമങ്ങളിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ഈ ട്രോളുകളും മറ്റുമൊക്കെയായി ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കൂടുതൽ ലഘുത്വവൽക്കരിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നാളത്തെ കോടതി വിധി എന്താവും, അല്ലെങ്കിൽ ജാമ്യം ലഭിക്കുമോ അഥവാ ജാമ്യം നിഷേധിക്കുമോ എന്നത് വലിയ നിർണായകമായി മാറുന്നത്. എന്തായാലും പ്രോസിക്യൂഷൻ വാദിച്ചത് കേസ് അതിന്റെ ആദ്യഘട്ടത്തിലാണ്, പ്രാരംഭഘട്ടത്തിലാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ജാമ്യം നൽകിയാൽ അതൊരു തെറ്റായ കീഴ്വഴക്കം ജനങ്ങൾക്കിടയിലേക്ക് നൽകും എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ തന്നെ ചില മോശകരമായ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതായത് ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം നൽകിയാൽ അത് ഒരുപാട് സ്ത്രീകൾക്ക് ഇത്തരത്തിൽ വീഡിയോ ചെയ്യാൻ പ്രേരണ ഉണ്ടാവുകയും അതുമൂലം ഒരുപാട് പേർ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. പക്ഷേ അക്കാര്യങ്ങൾ പ്രോസിക്യൂഷൻ എന്നാൽ വാദമുഖത്തിൽ കാര്യമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തില്ല. അതുകൊണ്ട് ജാമ്യം നിഷേധിക്കുന്നതിനെ ശക്തമായി എതിർത്തു തന്നെയാണ് പ്രോസിക്യൂഷൻ നിലപാട് സ്വീകരിച്ചത്. പക്ഷേ ഷിംജിത മുസ്തഫ പറയുന്നത് ബസ്സിൽ വെച്ച് ഈ ദീപകിൽ നിന്നും തനിക്ക് ഒരു മോശം പെരുമാറ്റം ഉണ്ടായി, അതിന്റെ ഒരു ക്ഷോഭത്തിൽ ആ ഒരു കാര്യം പുറത്തറിയിക്കുക അല്ലെങ്കിൽ അതിനൊരു ബോധവൽക്കരണം എന്ന രീതിയിലേക്കാണ് താൻ വീഡിയോ ചെയ്തത്. ഒപ്പം ഈ താനൊരു പൊതുവായ ഇടത്തോ മാധ്യമങ്ങളിലോ ഒന്നും അല്ല ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. തന്റെ ഒരു സമൂഹ മാധ്യമ അക്കൗണ്ടിൽ മാത്രമാണ്. അത് തന്റെ ഒരു സ്വകാര്യമായ കാര്യമാണ്. അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കവും തന്റെ ഭാഗത്തുനിന്നും ഉണ്ടാക്കിയില്ല എന്നും ഷിംജിത പറഞ്ഞു. പക്ഷേ ഈ ദീപകിന്റെ കുടുംബം നിയോഗിച്ച അഭിഭാഷകനെ പൂർണ്ണമായി നിഷേധിച്ചു. കാരണം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുക എന്നത് ഒരു സ്വകാര്യ ഇടത്ത് പങ്കുവെക്കുന്ന ഒരു വസ്തുവായി കണക്കാക്കാൻ കഴിയില്ല. ഒപ്പം ഈ പോസ്റ്റിന് ഷെയറും ലൈക്കും അത്തരമുള്ള പല ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഷെയർ ചെയ്തു പോയി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഏതാണ്ട് 20 ലക്ഷത്തിലധികം ആളുകളാണ് ഈ ദൃശ്യം കണ്ടത്. അതുകൊണ്ട് ഒരു സ്വകാര്യ ഇടത്ത് പങ്കുവെച്ച വീഡിയോ എന്നതിനെ കാണാൻ കഴിയില്ല എന്നതിനെ കൃത്യമായി പ്രോസിക്യൂഷനൊപ്പം ഈ വാദിഭാഗം, അതായത് ഈ ദീപകിന്റെ കുടുംബത്തിന്റെ അഭിഭാഷകൻ വാദിക്കുകയും ചെയ്തു. വളരെ സമഗ്രമായ ഒരു വാദം കാര്യത്തിൽ നടക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് നാളത്തേക്ക് വിധി പറയാൻ മാറ്റിയിരിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യം. ഒപ്പം മറ്റൊരു യുവതിയും അല്ലെങ്കിൽ ആ ബസ്സിൽ തന്നെ ഉണ്ടായിരുന്ന പെൺകുട്ടിയും കൂടി കണ്ണൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. കാരണം തന്റെ അനുമതിയില്ലാതെ തന്റെ ദൃശ്യങ്ങൾ മോശമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഇത് തനിക്ക് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടൊരു പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതി ആരാണ് നൽകിയത്, എന്താണ് പരാതിക്കുള്ളിലെ കൃത്യമായ വിവരങ്ങൾ എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഈ ദീപകിന്റെ കുടുംബത്തിന് കൃത്യമായ ഒരു അറിവ് ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ വിവരാവകാശ നിയമപ്രകാരം അവർ അത് ലഭിക്കുന്നതിനുള്ള ഒരു അപേക്ഷയും കഴിഞ്ഞ ദിവസം നൽകിയിട്ടുണ്ട്. എന്തായാലും നാളത്തെ നടപടിക്രമങ്ങൾ എന്താകും എന്നത് തന്നെയാണ് ഏവരും കാതോർത്തിരിക്കുന്നത്. ശ്രീജ, അനീഷ്, അറിയേണ്ടത് ഇപ്പോൾ നേരത്തെ ഷിംജിതയുടെ ഫോണിൽ 7 വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു എന്നതൊക്കെ ഉള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അത് സ്ലോ മോഷനിൽ ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന വീഡിയോ ഉള്ളത്. അതുകൊണ്ടാണ് ഈ അസ്വാഭാവികമായ ചലനമായി തോന്നുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഈ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധന ഫലം വന്നിട്ടുണ്ടോ? നമുക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഫോണിന്റെ പരിശോധന ഫലം ഇനിയും ലഭിച്ചിട്ടില്ല. ഈ ആത്മഹത്യ നടക്കുന്നത് ഞായറാഴ്ചയാണ്. ഈ കഴിഞ്ഞതിന് മുമ്പുള്ള ഞായറാഴ്ച അന്ന് തന്നെ ഈ മരണവുമായി ബന്ധപ്പെട്ട ആരോപണം ഈ ഷിംജിതയ്ക്കെതിരെ ഉയരുകയും പോലീസ് തിങ്കളാഴ്ച ഷിംജിതയെ മൊഴിയെടുക്കാനായി വിളിച്ചു വരുത്തുകയും ചെയ്തു. അവരുടെ മൊഴി വളരെ വിശദമായി തന്നെ രേഖപ്പെടുത്തിയ ശേഷം മൊബൈൽ ഫോൺ പോലീസ് പിടിച്ചെടുത്തിരുന്നു. ആ ഫോൺ പിന്നീട് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. നമുക്കറിയാം, സാധാരണഗതിയിൽ ഈ മൊബൈൽ ഫോണുകളുടെ ഫോറൻസിക് പരിശോധനയൊക്കെ ദിവസങ്ങളോളം എടുത്ത് മാത്രമാണ് ഈ ഫോറൻസിക് ലാബിൽ നിന്നും കിട്ടുക. കാരണം ഒരുപാട് കേസുകളുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകളാണ് പരിശോധനയ്ക്കായി
അവിടേക്ക് എത്തിക്കുക. അതുകൊണ്ട് അത് കുറച്ച് സമയം എടുത്ത് മാത്രമേ ലഭിക്കൂ. അതുകൊണ്ട് ആണ് ഈ പ്രതിക്ക് ജാമ്യം നൽകരുത്, ഈ ഫോണിലെ വിശദമായ പരിശോധന നടത്തിയാൽ മാത്രമേ എന്താണ് നടന്നതെന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരൂ എന്ന് പോലീസ് പറയുന്നത്. 7ഓളം വീഡിയോകൾ ചിത്രീകരിച്ചു എന്നാണ് നേരത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ അതിൽ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് സമൂഹ മാധ്യമത്തിൽ അവർ പങ്കുവച്ചത്. ആ വീഡിയോയിൽ തന്നെ ചില അവ്യക്തതകളുണ്ട് എന്ന് അന്നു മുതൽ തന്നെ വിമർശനം ഉയർന്നിരുന്നു. കാരണം അത് നേരത്തെ ഷീജ സൂചിപ്പിച്ചതിൽ സ്ലോ മോഷനിലൊക്കെ ആക്കി ഒരു പ്രത്യേക രീതിയിലേക്ക് മാറ്റുമ്പോൾ അതിന് ആളുകളിൽ ഒരു മറ്റൊരു രീതിയിലുള്ള സ്പർശനം എന്ന പ്രതീതി ജനിപ്പിക്കാൻ കഴിയും എന്നത് അടക്കമുള്ള വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വ്യക്തത, ഈ മറ്റ് ദൃശ്യങ്ങളിൽ എന്തെങ്കിലും സമാനമായ രീതിയിലുള്ള മോശമായി പെരുമാറുന്നതോ അടുത്തേക്ക് വരുന്നതോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മറ്റ് ഈ 7 ക്ലിപ്പുകളിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്നതിനെ കുറിച്ചും കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. എന്തായാലും ഫോണിന്റെ പരിശോധനാ ഫലം തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമാവുന്നത്. ഒപ്പം ഈ ദീപകിന്റെ ഫോണിന്റെ പരിശോധനയും നടത്തും. കാരണം ഈ ഫോണിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജുകൾ മറ്റോ വന്നിട്ടുണ്ടോ? ഈ ദീപകിന്റെ ഒരു സുഹൃത്തൊക്കെ നേരത്തെ ആരോപിച്ചിരുന്നു, വളരെ അസ്വാഭാവികമായി തലേദിവസം ദീപകിന്റെ അക്കൗണ്ടിൽ നിന്നും 40,000 രൂപകളും പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. ആ പണം എന്ത് ചെയ്യാൻ ഉപയോഗിച്ചു എന്നത് സംബന്ധിച്ച വ്യക്തതയില്ലെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഈ ദീപകിനും ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുത്തത് ആരാണ്, അല്ലെങ്കിൽ ദീപക് എവിടെ നിന്നൊക്കെയാണ് ഈ ദൃശ്യങ്ങൾ കണ്ടത്? കൂട്ടുകാർ വഴി മാത്രമാണോ കണ്ടത്, അല്ലെങ്കിൽ ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന യുവതി ഈ ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനു മുമ്പ് അവർ തമ്മിൽ എന്തെങ്കിലും ആശയവിനിമയങ്ങൾ ഉണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദീപകിന്റെ ഫോണും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രണ്ടുപേരുടെയും ഫോണുകളുടെ പരിശോധനയാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറുന്നത്. ഈ ബസ്സിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്കൊന്നും കാര്യമായി ഇതേക്കുറിച്ച് ഒരു അറിവുമില്ല എന്ന് തന്നെയാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. അസ്വാഭാവികമായി ഒന്നും, അല്ലെങ്കിൽ പതിവ് യാത്രക്കിടെ കാണുന്നതിനപ്പുറമുള്ള കാഴ്ചകളൊന്നും, അല്ലെങ്കിൽ ദീപക് മോശമായി പെരുമാറുന്നതൊന്നും കണ്ടില്ല എന്ന് ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാർ പറയുന്നു. ഒപ്പം ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ബസ് ജീവനക്കാരും ഇത്തരത്തിൽ ശരിയല്ലാത്ത രീതിയിലുള്ള കാഴ്ചകളൊന്നും കണ്ടില്ല. ഒപ്പം യുവതി ഒരു തരത്തിലുള്ള പരാതി ബസ് ജീവനക്കാരോട് പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായിട്ടുണ്ട്. ഒപ്പം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പം CCTV ദൃശ്യങ്ങളിലും അത്ര പ്രകടമായ കാര്യങ്ങളില്ല. ബസ്സിൽ നിന്ന് കയറുന്നതും ഇറങ്ങുന്നതും അടക്കമുള്ള ദൃശ്യങ്ങളുണ്ട്. യുവതി ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ യുവാവ് ഇറങ്ങുമ്പോഴും ഒന്നും അത്തരം ഒരു എന്തെങ്കിലും സംഭവങ്ങൾ ബസ്സിനുള്ളിൽ നടന്നു എന്നതിന്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല എന്ന് തന്നെ പോലീസ് പറയുന്നു. അതുകൊണ്ട് ഈ 2-3 കാര്യങ്ങളിൽ നിന്നും കാര്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ല. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ സാക്ഷികൾ ആയ ബസ് ജീവനക്കാർ ഒപ്പം യാത്രക്കാർ എന്നിവരിൽ നിന്നും പ്രത്യേക കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോണുകളുടെ പരിശോധന, രണ്ടുപേരുടെയും ഫോണുകളുടെ പരിശോധന നിർണായകമായി മാറുന്നത്. ഫോണുകളുടെ പരിശോധന ഫലം ലഭിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും എന്ന് പോലീസ് പറയുകയും ചെയ്യുന്നു. എന്തായാലും പോലീസ് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഇവർ ഒരു കാര്യമായ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ്, അസിസ്റ്റന്റ് പ്രൊഫസറായി ഒക്കെ ജോലി നോക്കിയിരുന്ന ആളാണ്, പഞ്ചായത്ത് അംഗമാണ്. ഒരു ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ സാമൂഹികമായി നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നല്ല ബോധ്യമുണ്ടാവും. അല്ലെങ്കിൽ ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെ അതിനെ മാനേജ് ചെയ്യണം എന്നതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാവും. നിയമ നടപടികളുമായി ബന്ധപ്പെട്ട അത്ര അപരിചിതത്വം ഉള്ള ആളല്ല. പക്ഷേ അപ്പോഴും മനീഷ്, ഒരു സംശയം, ഇപ്പോ ദീപകിന്റെ ജീവൻ നഷ്ടമായി എന്നത് വലിയ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതിനു മുൻപ് പല സാഹചര്യത്തിലും ഇതുപോലെയുള്ള പല കുറ്റവാളികളും അവർ കുറ്റം ചെയ്തിട്ടുണ്ട്. ആ കുറ്റവാളികൾ പുറത്തു വരാൻ ഇത്തരത്തിലുള്ള വീഡിയോകൾ സഹായകമായത് നമുക്കറിയാം, മാധ്യമ പ്രവർത്തകരെന്ന നിലയ്ക്ക്. അങ്ങനെ പല സമയത്തും ഈ വീഡിയോ വഴിയൊക്കെയാണ് ഈ മുഖം തിരിച്ചറിയുകയും ഇതാരാണെന്ന് കണ്ടുപിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ദീപക് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോഴും വ്യക്തമല്ല, അവിടെ ആരും മൊഴി നൽകുന്നില്ലെങ്കിൽ പോലും. പക്ഷേ ഒരു സ്ത്രീ ആരോപിക്കുകയാണ്, എന്നെ അരോചകമായ രീതിയിൽ തൊട്ടു എന്ന് ആരോപിക്കുകയാണല്ലോ. ഇത് നാളത്തേക്ക് കൂടിയുള്ള ഒരു തീരുമാനമായി മാറും. പ്രത്യേകിച്ച് നാളെ പരാതി പറയാൻ ഒരാൾക്ക് ധൈര്യം വരില്ല. മറിച്ച് പരാതി പറയുന്ന ഒരാളെ ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം വരാം. തിരിച്ച് ഒരു പുരുഷന് സമാധാനമായി യാത്ര ചെയ്യാൻ കഴിയുന്നില്ല എന്ന സാഹചര്യവും വന്നേക്കാം. അങ്ങനെ ഈ ഒരു പ്രത്യേക സംഭവം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന തരത്തിലായിരിക്കില്ല ഇതിൽ കൃത്യമായിട്ടല്ല നടപടി ഉണ്ടാവുന്നെങ്കിൽ? തീർച്ചയായും അങ്ങനെ കരുതേണ്ടി വരും. കാരണം മുൻപൊക്കെ പലപ്പോഴും ഈ വാഹനങ്ങൾക്കുള്ളിൽ പൊതുഗതാഗത സംവിധാനത്തിൽ സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ മോശമായി പെരുമാറുന്ന പുരുഷന്മാരുടെ ദൃശ്യങ്ങൾ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. മസ്താനിയെ പോലുള്ള ആളുകൾ, സമാദ് എന്ന് പറയുന്ന ആൾ ആലുവയിൽ വെച്ച് ആ കുട്ടിയെ ശാരീരികമായി മോശപ്പെടുത്താൻ ശ്രമിക്കുകയും അയാൾ ബസ്സിൽ നിന്ന് ഓടിയിറങ്ങാൻ ശ്രമിക്കുമ്പോൾ ബസ്സിന്റെ കണ്ടക്ടറാണ് അയാളെ പിടികൂടി പോലീസിന് കൈമാറുന്നത് ഉണ്ടായത്. പിന്നീട് നമുക്കറിയാം ആ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇറക്കുമ്പോൾ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് ഇറക്കുമ്പോൾ ഈ മെൻസ് അസോസിയേഷനെ പോലുള്ള ആളുകൾ സ്വീകരണം കൊടുത്ത് പൂമാല ഇട്ട് സ്വീകരിച്ച് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം. അന്നു മുതൽ തന്നെ ഇത്തരം ഒരു മിഷനെ അല്ലെങ്കിൽ ഇത്തരം തുറന്നു പറച്ചിലുകളെ എതിർക്കണം എന്ന ആലോചനകൾ അവരുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനൊരു കാരണമായി ഇപ്പോൾ ഈ ദീപകിന്റെ കേസ് മാറിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം സാധാരണഗതിയിൽ ഈ ബസ്സിനുള്ളിൽ
ഈ സ്ത്രീകളടക്കം പറയുന്നത് പ്രതികരിക്കുന്നത് അങ്ങനെയാണ്. ഈ ബസ്സിനുള്ളിൽ ഒരു അസ്വാഭാവികമായ സംഭവം ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പെട്ടെന്നുള്ള പ്രതികരണം ആ യുവതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അല്ലെങ്കിൽ സ്വന്തമായി പ്രതികരിക്കാൻ മടിയുണ്ടെങ്കിൽ സഹയാത്രികരോട് സഹായം തേടാമായിരുന്നു, അല്ലെങ്കിൽ ജീവനക്കാരോട് സഹായം തേടാമായിരുന്നു, ഇതുമല്ലെങ്കിൽ പോലീസിൽ തേടാമായിരുന്നു. പക്ഷെ ഇതൊന്നും ചെയ്യാതെ വീഡിയോ എടുത്ത് പിന്നീട് പ്രദർശിപ്പിച്ചത് മാത്രമാണ് ഒരു പോയിന്റായി പറയാൻ കഴിയുന്നത്. പക്ഷെ അപ്പോഴും ഈ കാര്യത്തെ അല്ലെങ്കിൽ ഇനി ഒരിക്കലും സ്ത്രീകൾ ബസ്സുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ നിന്നും അപമാനിതരാകുമ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ പകർത്തരുത്, അല്ലെങ്കിൽ അതിന്റെ തെളിവുകൾ ശേഖരിക്കരുത് എന്ന രീതിയിലുള്ള വിമർശനങ്ങളോട് നമ്മളൊക്കെ ഇപ്പോൾ ബസ്സുകളിലൊക്കെ പോകുമ്പോഴും ബസ്സുകളിൽ ഒരു ലൂസ് ടോക്കായി പോലും ഈ ഒരു സംഭവം മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അതായത് ഒറ്റ സംഭവത്തിലൂടെ ഇതുവരെ നടന്ന സംഭവങ്ങളെയും ഇനി നടക്കാനിടയുള്ള സംഭവങ്ങളെയും റദ്ദാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ ബസ് ട്രോൾ എന്നുള്ളത് അല്ലെങ്കിൽ ബസ് റീലുകൾ വലിയ തരംഗമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് വലിയ താരങ്ങളൊക്കെ പോലും ഒരുപാട് സെലിബ്രിറ്റികളായ നടികളൊക്കെ പോലും ഈ ബസ് ട്രോളുകളുമായി ബന്ധപ്പെട്ട് ക്ലാസ് മുറികളിലെ കുട്ടികൾ ഈ ബസ് ട്രോൾ ഉണ്ടാക്കുന്നു. അറിയാതെയാണെങ്കിൽ പോലും പെൺകുട്ടികളും യുവതികളും ഒക്കെ ഈ ബസ് ട്രോളിന്റെ ഭാഗമായി മാറുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നു. അതുകൊണ്ട് ഒരൊറ്റ സംഭവത്തെ മാത്രം കേന്ദ്രീകരിച്ച് ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ മോശമാണ്, അല്ലെങ്കിൽ സ്ത്രീകൾ അവർക്കെതിരെ എന്തെങ്കിലും അതിക്രമം ഉണ്ടാകുമ്പോൾ അത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയോ പുറത്ത് പബ്ലിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് പോകുകയോ ചെയ്യരുതെന്നൊരു കൃത്യമായ ഒരു സന്ദേശം ഒരു വശത്തുകൂടി ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുമുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങളെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. ഈ കാര്യത്തിൽ ഈ ഷിംജിതയ്ക്ക് തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ ചെയ്ത രീതിയിൽ മാറിപ്പോയാൽ അതിന് അർഹമായ രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കണം. അതിന്റെ നിയമ നടപടികളോട് തന്നെ അവർ കടന്നു പോകണം. പക്ഷേ ഇതുവരെ നടന്ന കാര്യങ്ങൾ മുഴുവൻ റദ്ദാക്കുന്നതിനോട് ഒരു തരത്തിൽ യോജിക്കാൻ കഴിയില്ലെന്നാണ് പല ആളുകളും സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ പറയുകയും ചെയ്യുന്നത്. ശ്രീജ, എന്തായാലും നാളെയാണ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. കുന്നമംഗലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും. ഈ റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ബോധപൂർവം ചെയ്ത കുറ്റകൃത്യമാണെന്നും സമൂഹ മാധ്യമത്തിലൂടെ ഉണ്ടായ അധിക്ഷേപം മൂലമാണ് ദീപക് ജീവൻ ഒടുക്കിയതെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്. അതിൽ എന്താണ് കോടതി തീരുമാനമെടുക്കുക എന്നത് നമുക്ക് നാളെ അറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.